ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ രാമോജി ഫിലിം സിറ്റിയുടെ ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഫിലിം സ്റ്റുഡിയോ ആയ രാമോജി ഫിലിം സിറ്റി ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് വരെ ഈ സ്ഥലം ഇടം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാഹുബലിയുടെ സെറ്റൊക്കെ ഇപ്പോൾ അതുപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. മുതിർന്നവർക്ക് 1350 രൂപയും 1350 കുട്ടികൾക്ക് 1180 രൂപയാണ് ചാർജ്. അതുപോലെ തന്നെ ചിൽഡ്രൻസ് ബിലോ 33 ഇഞ്ച് ഹൈറ്റ് ആണെങ്കിൽ അവർക്ക് ഫ്രീ ആണ് ടിക്കറ്റ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് വിസിറ്റിംഗ് അവർ. ടിക്കറ്റ് കൗണ്ടർ 2 മണി വരെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവരെ തന്നെ ബസ്സിൽ കയറ്റിയിട്ട് കുറച്ച് സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവരെ മെയിനായിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഫിലിം സിറ്റി ഉള്ളത്. അതുപോലെ കുറേ ഫിലിംസ്, സീരിയൽസ് ഒക്കെ ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വിദ്യാബാലൻ അഭിനയിച്ച ഡേർട്ടി പിക്ചറിലെ ഉലാല എന്നുള്ള സോങ് ഇവിടെയാണ് ചിത്രീകരിച്ചത്. പിന്നെ അതുപോലെ തന്നെ ചെന്നൈ എക്സ്പ്രസ്, പിന്നെ ബാദ്ഷാ, മലയാളത്തിൽ തന്നെ കാക്കക്കുയിൽ, മേക്കപ്പ് മാൻ, തമിഴിൽ പൊന്നിയൻ സെൽവൻ, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം ബസ്സിൽ പോയി നമ്മൾ എത്തിയത് രാമോജി മൂവി മാജിക്കിലാണ്. അതാണ് ഫസ്റ്റായിട്ടുള്ള സൈറ്റ്. അവിടെയുള്ളത് ഫിലിമി ദുനിയ, ആക്ഷൻ തിയേറ്റർ, സ്പേസ് യാത്ര, അതായത് വിർച്വൽ അഡ്വഞ്ചർ, അതൊക്കെയാണ് ഉള്ളത്. കുറച്ച് ഷോസൊക്കെ അവിടെ ഉണ്ടാകും. അതായത് സ്പേസ് യാത്ര എക്സ്പീരിയൻസ്, പിന്നെ അതുപോലെ തന്നെ മൂവീസിനെ കുറിച്ചിട്ടുള്ള ആക്റ്റൊക്കെ സ്റ്റേജിലുണ്ടാവും.
പാക്റ്റാണ്. അങ്ങനെ കുറച്ച് സമയം ഈ ഷോ എല്ലാം കണ്ട് ഇതെല്ലാം ഓരോ ടൈം വെച്ചിട്ടാണ്. ഇത് കഴിഞ്ഞ പാടുമാണ് സ്പേസ് യാത്രൻ്റെ ഷോ. ഇതൊക്കെ ശരിക്കും നേരിട്ട് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. സ്പേസ് യാത്രേൻ്റെ അവിടെ എത്തി. ഇവിടെ കൂടുതലും കുട്ടികളാണ് ഉള്ളത്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. നല്ലൊരു എന്താ പറയുക 3D 4D പോലെയുള്ള ഒരു സ്പേസ് യാത്ര എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അങ്ങനെ കുറച്ച് സമയം ഷോ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയാലും നേരെ ഒരു ഷോപ്പിലേക്കാണ് എത്തിയത്. അവിടെ കുറച്ച് സ്പേസുമായി ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങൾ വിൽക്കാനെല്ലാം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫുഡ് കോർട്ട്സ് ആണ്. എല്ലാ സൈറ്റിലും 2-3 ഫുഡ് കോർട്ട്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാം. കുറച്ച് ഫുഡെല്ലാം കഴിച്ച് അടുത്ത സൈറ്റായിട്ടുള്ള ബാഹുബലി സെറ്റിലേക്ക് പോയി. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ ചാർജ് ഫുള്ള് തീർന്ന്. അവിടെ ചാർജിങ് സ്പോട്ട് എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ നമ്മൾ അവിടെ തന്നെ ചാർജ് ചെയ്തിട്ട് നമ്മൾ അവിടെ തന്നെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അപ്പോഴത്തേക്കും ഷോസ് എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പവർ ബാങ്ക് എന്തായാലും കൊണ്ടുപോകണമെന്ന് ഇപ്പം ഞാൻ പഠിച്ച്. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലത്തെ അടിപൊളി സ്ഥലങ്ങൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഫോൺ ഒന്നെങ്കിൽ ഫുൾ ചാർജ് ആക്കി വെക്കുക. അല്ലെങ്കിൽ പവർ ബാങ്കോ പോർട്ടബിൾ ചാർജറോ കൊണ്ടുപോവുക. ബാഹുബലി സെറ്റ് കണ്ടിട്ട് ഞങ്ങൾ സ്റ്റുഡിയോ ടൂർ കാണാൻ പോയി. പിന്നെ എക്കോ ടൂർ കാണാൻ പോയി. പിന്നെ അവിടെ കുറച്ച് കുട്ടികൾക്ക് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഫണ്ടസ്റ്റാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് അഡ്വഞ്ചറസ് ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. സോ ഇതാണ് രാമോജി ഫിലിം സിറ്റി കാണാൻ പോയ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമാവും. ഹൈദരാബാദ് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ഒന്ന് പോയി നോക്കുക. So that's all for today. Thank you for watching.